അസ്സലാമു അലൈക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ നബിയെ, എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടമാണ്. എൻ്റെ മനസ്സിലെപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള ചിന്തയാണ്. അങ്ങയോടൊപ്പം സഞ്ചരിക്കാനും സഹവസിക്കാനും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നബി അദ്ദേഹത്തെ ഒരു പുഞ്ചിരിയോടുകൂടി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉള്ളു തട്ടിക്കൊണ്ട് തന്നെ പറയുകയാണ്, എനിക്ക് അങ്ങയെ വളരെയധികം ഇഷ്ടമാണ്. അങ്ങയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങയോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ലപോലെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അദ്ദേഹം ആണയിട്ട് പറഞ്ഞു, അതെ, ഒരുപാട് സത്യസന്ധമായി കൊണ്ട് തന്നെ പറയുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, അങ്ങനെ സത്യസന്ധമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദരിദ്രനാകാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു ഇതിൽ കണ്ട ഒരു കാര്യമാണ്. നബിയുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഇന്നത്തെ തലമുറ നബിയുടെ ചര്യയെ പിൻപറ്റാനാണ് പറയുന്നത്. അപ്പം നബിയുടെ ചര്യ പിൻപറ്റുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾ വളരെയധികം സ്നേഹം നബിയോട് പുലർത്തുമ്പോൾ അയാളോട് ഏറ്റവും വലിയ ദരിദ്രനാകാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ആലിമീങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും അതുപോലെ തന്നെ ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ദിക്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരെയൊക്കെ കാണുമ്പോൾ നബിയെ സ്നേഹിക്കുന്ന ഒരാളോട് പറഞ്ഞ കാര്യവും ഇന്ന് മുസ്ലിമായി ജനിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ സാമ്പത്തികപരമായ വഴികൾ തേടാൻ ആഗ്രഹിക്കുമ്പോൾ നബിയുടെ ചര്യ എന്ന് പറയുന്ന അവസ്ഥയും ഇന്നത്തെ പണ്ഡിതന്മാർ പറയുന്ന കാര്യവും തമ്മിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അത് വളരെ സത്യമാണ്. പണമുണ്ടായി സന്തോഷത്തിൽ സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ യഥാർത്ഥമായ ഒരു സൂഫിയെ പിന്തുടരാൻ തയ്യാറായാൽ സത്യത്തിൽ അവൻ ജീവിക്കും, അവൻ്റെ ജീവിതമൊക്കെ കടന്നു പോകും. പക്ഷേ ഒന്നും നേടാൻ കഴിയില്ല. അത് വളരെ സത്യമാണ്. ഒന്നും നേടാൻ അനുവദിക്കില്ല. അത് ഞാൻ മനസ്സിലാക്കിയ 100% ഉത്തരമാണ്. അഥവാ ആരെങ്കിലും ഏതെങ്കിലും സൂഫിനെ പിടിച്ച് കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റുകയുമില്ല. കാരണം പല പണ്ഡിതന്മാരും ആ വിഷയത്തെക്കുറിച്ച് പല രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണം തേടുന്നവൻ പിശാചാണ്, പണത്തെ മോഹിച്ചുകൊണ്ട് പറയുന്നവൻ സൂഫിയല്ല, അവൻ കള്ളനാണ്, അങ്ങനെ പലരെക്കുറിച്ചും പറയുന്നത് കേൾക്കാം. അപ്പോൾ പണം ഉണ്ടാക്കുന്നവരൊക്കെ കള്ളന്മാരാണ്. അപ്പോൾ പണത്തെ മോഹിച്ച് പണത്തെ ആഗ്രഹിച്ച് അങ്ങനെ പോകുന്നവർ ഇത്തരം ആളുകളെ സമീപിച്ചാൽ അവരുടെ ഉള്ള പണവും കൂടി പോകുമെന്നാണ് ഞാൻ ഈ കണ്ട വിഷയത്തിൽ നിന്ന് മനസ്സിലായത്. എങ്കിൽ നമ്മളിലേക്ക് ചുറ്റുഭാഗങ്ങളിലൊക്കെ ചില വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ കോടീശ്വരന്മാരായ സൂഫികളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം നമ്മളിങ്ങനെ കേട്ടതും അറിഞ്ഞതും കണ്ടതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലാവും. ഒരിക്കൽ സിറാജുദ്ദീൻ തങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ കുറേ ആലിമീങ്ങൾ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവരെ കണ്ട ഉടൻ തന്നെ ഞങ്ങളൊക്കെ അടുത്തിരിപ്പുണ്ട്, ഈ ആലിമീങ്ങൾ വന്നു കണ്ടപ്പോൾ ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇവർ ട്രാഫിക് പോലീസല്ലേ,
ഇവർ റോട്ടിൽ നിന്ന് വഴി കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ? ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു അതിശയത്തോടു കൂടി ഇരുന്നു. കാരണം ഞങ്ങളൊക്കെ ഒരു അറിവുമില്ലാത്ത ആൾക്കാരൊക്കെ ഷെയ്ഖിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിവുള്ള കുറച്ച് ആൾക്കാർ കാണാൻ വരുന്നതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക്. ഷെയ്ഖിൻ്റെ ചോദ്യം ഇതാണ്: ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇവർ ട്രാഫിക് പോലീസല്ലേ? ഇവർ റോട്ടിൽ നിന്ന് വഴി പറഞ്ഞു കൊടുക്കേണ്ടവരല്ലേ? ഇത് കേസ് അന്വേഷിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്തിനാ ഇവർ ട്രാഫിക് സ്റ്റേഷനിലാണ് പോകേണ്ടത്, ഇത് ക്രൈം ബ്രാഞ്ച് ഓഫീസാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മാനകളൊക്കെ നമുക്ക് പിന്നെ മനസ്സിലായി. പലരും വരുമ്പോൾ പല രീതിയിലാണ് അവരുടെ പരീക്ഷണങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നൊരു സദസ്സിൽ വെച്ചുകൊണ്ട് അവിടെ ധാരാളം ആൾക്കാരുണ്ട്. അവരിങ്ങനെ ചാരി കസേരയിലിരിക്കുന്നു, ഓരോ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരം നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തങ്ങൾ പറഞ്ഞു, എല്ലാവരും അവരവരുടെ പോക്കറ്റ് സൂക്ഷിച്ചോ, പൈസ പോയിട്ട് ഇവിടെ ആരും ഒന്നും പറയാൻ നിൽക്കരുത്, കള്ളനുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ആകെ ആശയക്കുഴപ്പത്തിലായി. അവിടെ ഇരിക്കുന്ന എല്ലാവരും പരസ്പരം മുഖാമുഖമൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ അതിനിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്ന് തങ്ങളുടെ കാലുമ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്നോട് പൊരുത്തപ്പെടണം. അപ്പോൾ അവിടെ ആദ്യമായിട്ട് വന്ന ഒരാളാണ്. സത്യത്തിൽ അയാളൊരു പോക്കറ്റടിക്കാരനായിരുന്നു. അയാൾ പിന്നീട് ഇങ്ങനെ നന്നാകാനുള്ള ചിന്ത വന്നപ്പോഴാണ് അവിടെ വന്നത്. പക്ഷെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് ആ തെറ്റ്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് നീ പിടിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നീ പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ രഹസ്യം ഇവിടെ അവസാനിക്കും, ഇതാരും പുറത്തു പറയില്ല. പക്ഷെ നീ സമൂഹത്തിൻ്റെ മുമ്പിലാണ്, അങ്ങനെയാണെങ്കിൽ സമൂഹം മൊത്തം നിന്നെ അറിയും. അതിൻ്റെ വേദന എന്താണെന്ന് നിനക്കൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാന്മാർ പല രീതിയിലും അവരുടെ അരികിൽ ചെല്ലുന്നവരെ ഏത് സ്വഭാവം വെച്ചാണോ ചെല്ലുന്നത് അതനുസരിച്ച് കൊണ്ടൊന്ന് ഇളക്കും. മറിച്ച് ആ കള്ളം ചിന്തിക്കുന്നതിന് ഞാനിവിടെ വന്നു, എന്നെ മറ്റുള്ളവരുടെ മുമ്പിലിട്ട് നാറ്റിച്ചു, നാണക്കേടിലാക്കി, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. നല്ലൊരു ശതമാനം ആൾക്കാരും അങ്ങനെ ചിന്തിച്ചു പോകുന്നവരാണ്. എങ്കിൽ നന്നാകാൻ ഉദ്ദേശിക്കുന്നവർ ഒരു ഷെയ്ഖിൻ്റെ അടുക്കൽ വരുമ്പോൾ അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിലെന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ മുരീദന്മാർ. അപ്പം സൂഫികളിലേക്ക് അടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അവരുടെ മുമ്പിലേക്ക് ഒരു മോഹവുമായിട്ട് ചെല്ലരുത്. നമ്മളുടെ മനസ്സ്, അതായത് ഒരു മുഷിഞ്ഞ തുണി ഒരലക്കുകാരൻ്റെ കയ്യിൽ കിട്ടിയാൽ തുണി പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, അലക്കുകാരനെ അലക്കി വിളപ്പിച്ചോളും. അപ്പം നമ്മളെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നമ്മളവിടെ പോയി നിന്നു കൊടുക്കുക. നേട്ടങ്ങളും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ഒരു നേട്ടവും ഉണ്ടാക്കാതെ അവിടെ ഇരിക്കുന്നതാണ്. അവരുടെ ജോലി അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അടുക്കാൻ തയ്യാറാകുമ്പോൾ വേണ്ടതെല്ലാം കിട്ടും. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ട് വന്നതല്ലല്ലോ, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഓരോ നിമിഷത്തിനും നമ്മൾ പ്രാധാന്യം നൽകുക. എത്ര സമയം നമ്മൾ ഈ ഭൂമിയിലുണ്ടാകും? നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊതികളും. ഇപ്പം തന്നെ വയനാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ എത്രയോ ജനങ്ങൾ എന്തെല്ലാം തരത്തിൽ സ്വപ്നങ്ങൾ കണ്ടവരാണ്. മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, കല്യാണം കഴിഞ്ഞു പോയവർ, പ്രണയിച്ചവർ, ഒരു വീടുണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ, ഈ സ്ഥലം വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടാവും. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. അപ്പം അതാണ് ഖുർആൻ പറഞ്ഞത്, നമ്മൾ ഈ ഭൂമി ഒരു ചലനം സൃഷ്ടിച്ചാൽ എല്ലാം നാശമാകും. അതിൻ്റെ മുകളിൽ ഈ ചലനം വന്നു കഴിഞ്ഞാൽ നശിഞ്ഞു പോകുന്ന ഭൂമിക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ എല്ലാ അഭ്യാസവും കാണിക്കുന്നത്. അപ്പം എല്ലാത്തിലും സത്യമുണ്ട്. നമ്മളിലെ സത്യം നശിക്കുമ്പോഴാണ് നമ്മളും നശിക്കുന്നത്. നമുക്ക് നല്ല രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ സത്യത്തെ നമ്മൾ തിരിച്ചറിയുകയും ആ സത്യത്തെ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ പഠിക്കുകയും വേണം. അതാണ് നമ്മുടെ ശ്വാസം. ആ ശ്വാസം നമ്മൾ നല്ലത് പറയാനായിട്ട്, നല്ലത് ചെയ്യാനായിട്ട്, നല്ലത് കാണാനായിട്ട് ആ ശ്വാസത്തെ ഉപയോഗിക്കുക.
അപ്പോൾ നമ്മുടെ റബ്ബ് നമുക്ക് തന്ന ആ ശ്വാസത്തെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ വളരെയധികം വളരെയധികം കാരുണ്യത്തോടു കൂടി കാണുകയാണ്. അവൻ തന്ന സ്നേഹത്തിനെ നമ്മൾ മോശമാക്കില്ല. എന്നാൽ അത് തിരിച്ചറിയാത്ത ആൾക്കാർ ആ ശ്വാസത്തെ എന്തെല്ലാം അതുകൊണ്ട് കാണിക്കാൻ പറ്റും അതെല്ലാം കാട്ടിക്കൂട്ടി ഒടുവിൽ നശിച്ചു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം സൂഫികളുമായി ഇടപഴകാൻ. ഒരു മോഹവുമായിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലാതിരിക്കുക. നമ്മുടെ ചെരുപ്പ് പുറത്ത് വീടിൻ്റെ പുറത്ത് ഊരി വെച്ചിട്ട് അകത്തിരുന്നിട്ട് പുറത്തെ ചെരുപ്പിനെ കുറിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? പണ്ട് കാലത്ത് ചെറുപ്പത്തിലൊക്കെ നമുക്കൊരു ചെരുപ്പൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ അപ്പോൾ പെരുന്നാളിന് പുതിയ ചെരുപ്പ് കിട്ടും. അതൊക്കെ ഇട്ട് പള്ളിയിലേക്ക് ചെല്ലും, ഭയങ്കര സന്തോഷത്തിൽ ചെല്ലും. പക്ഷെ പള്ളിയുടെ മുറ്റത്തിട്ടിട്ട് പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചിന്ത, ആ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടും പോകുമോ? പിന്നെ നിസ്കരിക്കണതൊക്കെ ആ ചെരുപ്പിന് വേണ്ടിയിട്ടാണ്. അതല്ല, ചെരുപ്പ് പോകാതിരിക്കുക, അതല്ല വിഷയം. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിച്ച് നിൽക്കുക. അപ്പം അതിന് കാവലുണ്ടാകും. ചില കാര്യങ്ങൾ ഭയങ്കര അതിശയകരമായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. കാരണം നമ്മളുടെ ചിന്തകൾ വളരെ പരിമിതമാണ്. അതിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കേട്ട അറിവുകളും കണ്ട അറിവുകളും അപ്പോൾ അനുഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വലിയ വിഷയങ്ങളെ അളക്കാൻ പോകരുത്. നമ്മൾ എന്തെങ്കിലും കഥകൾ കേൾക്കുമ്പോൾ ഓഹോ ഇതൊക്കെ അങ്ങനെ, ഓഹോ ഇങ്ങനെ, ആഹാ ഇങ്ങനെ എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പം കഴിയും. അതൊക്കെ എളുപ്പം പറയുന്ന കാര്യമാണ്. ഒരു കടയിൽ ചെന്നിട്ട് എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയും പൊറോട്ടയുണ്ട്. എന്നാൽ 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയും പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെക്കും. നമുക്ക് വേഗം നിന്ന് എണീച്ചും പോകാം. പക്ഷെ ആ ഒരു മുട്ടക്കറി ആകാനെടുത്ത സമയം, ഒരു പൊറോട്ട എന്ന് പറയുന്ന സാധനമാകാനെടുത്ത സമയം, അതൊരു നല്ല സമയമെടുത്തിട്ടാണ് അതുണ്ടായത്. അപ്പോൾ ഒരു സാധനം ഉണ്ടാകാൻ ഒരുപാട് സമയമുണ്ട്, അത് തീർക്കാൻ നമുക്ക് അധികം സമയമുണ്ട്. അപ്പം എന്നതുപോലെ ഒരു നല്ല വിഷയത്തിൻ്റെ നന്മ കാണാൻ വലിയ പാടാണ്. പക്ഷെ അതിൻ്റെ തിന്മ നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും. കൊള്ളില്ല, മോശമാണ്, ആള് ശരിയല്ല. അപ്പം നമ്മൾ കാണുന്ന അറിവ് വെച്ചുകൊണ്ട് ആരെയും വിലയിരുത്തരുത്. നമ്മൾ പരിശോധിക്കണം. എല്ലാം ഇങ്ങനെ നമ്മളാരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ഒരാൾ പറഞ്ഞത് കേട്ടു, അത് വേറൊരാളോട് ചോദിച്ചറിഞ്ഞു, അടുത്ത ആളോട് ചോദിച്ചറിഞ്ഞു. അല്ല, നമ്മളൊന്ന് സ്വയം അറിയാൻ ശ്രമിക്കണം. നമുക്കതിന് സമയവും ഇല്ല. എന്നാൽ കുറ്റം പറയാൻ നമ്മൾ മിടുക്കന്മാരുമാണ്. ഏതിനെക്കുറിച്ചും കുറ്റം പറയാൻ നമ്മൾ മിടുക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, എല്ലാവരും പറയുന്നുണ്ട് ഒരു സൂഫീനെ കണ്ടെങ്കിൽ, ഒരു സൂഫിയുടെ അടുത്ത് പോകാൻ പറ്റിയെങ്കിൽ ഒരു സൂഫീനെ കിട്ടാൻ എന്താ വഴി? എന്തിനാണ് നിങ്ങളിത് ആഗ്രഹിക്കണമെന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. പണം ഉണ്ടാക്കാനാണോ? വീടുണ്ടാക്കാനാണോ? മക്കളെ കെട്ടിച്ചയക്കാനാണോ? കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരാനാണോ? ഇതിനൊന്നും വേണ്ടി സൂഫികളെ കാണല്ലേ. സൂഫികളുടെ ജോലി അതല്ല. നിങ്ങൾക്ക് 1000 പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ നിങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്ക്. കാരണം നിങ്ങളിപ്പോൾ ഈ പ്രശ്നം വെച്ചുകൊണ്ട് നിങ്ങൾ മരിച്ചു പോയാൽ ആ പ്രശ്നം ആര് സോൾവ് ചെയ്യും? നിങ്ങൾക്ക് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും മൊത്തം പ്രശ്നമുണ്ട്. ബാങ്ക് ജപ്തി ചെയ്യാൻ വരുന്നു, മറ്റൊരു തല്ലാൻ വരുന്നു, മകന് അങ്ങനെ പ്രശ്നം, മകൾ ഇങ്ങനെ പ്രശ്നം, മറ്റേ പ്രശ്നം, മറിച്ച പ്രശ്നം. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് നിങ്ങൾ മരിച്ചു. നിങ്ങൾ ഈ പ്രശ്നം കൊണ്ടാണ് നടന്നത്. പിന്നെ ഈ പ്രശ്നം ആര് സോൾവ് ചെയ്യും? അപ്പോൾ മനസ്സിലാക്കാം, നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൂഫികളെ കാണാൻ പോകുമ്പോൾ നമുക്ക് 1000 പ്രശ്നങ്ങൾ വന്നു. ഇല്ല, എനിക്ക് നല്ല രീതിയിലൊന്ന് മരിക്കണം. എൻ്റെ മേത്ത് കൂടി ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്നിലേക്ക് വന്നു പോയ ഇത്തരം ദുരന്തങ്ങൾ, അപ്പോൾ ആ ദുരന്തങ്ങളായിട്ട് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന ചിന്തയോടുകൂടി അവരുടെ അടുത്തേക്ക് ചെന്നാൽ മനസ്സിലൊരു തരി പോലും നമുക്ക് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അവിടെ മുമ്പിൽ പോയി ഇരുന്ന് കൊടുക്കുക. പിന്നെ അങ്ങോട്ട് ശരിയായിക്കോളും. നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട, അതൊക്കെ അങ്ങോട്ട് ശരിയാകല് തന്നെ. അതൊക്കെ പോയി നോക്കണം. ഇപ്പം ഇവിടെ നിന്ന് ഞാനിത് പറയുമ്പോൾ പിന്നെ അങ്ങനെ പോയിരുന്ന് ഇപ്പം മാറ്റിത്തരും. പോയിരിക്കാനും സമയമില്ല, അറിയാനും സമയമില്ല, കുറ്റം പറയാനാണ്
നമ്മളെല്ലാവരും മിടുക്കന്മാരാണ്, കുറ്റം പറയാൻ. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം അതാണ്. കാരണം പണ്ട് കാലത്ത് കേരളത്തിൽ കേരള ഭക്ഷണമാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്. അരിയും ചോറും, ഈ ചോറൊക്കെ ഉണ്ടാക്കി സാധാരണ പച്ചക്കറിയൊക്കെ കൂട്ടി ഒരു നാടൻ രീതിയിലുള്ള ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന നമ്മളൊക്കെ ഇന്ന് ഫോറിൻ ഫുഡ് കഴിക്കുന്നവരായി മാറി. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനല്ല. നല്ലൊരു ശതമാനം ആൾക്കാരും ഇന്ന് തീറ്റ മത്സരത്തിലാണ്. കോഴിക്കോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, തീറ്റ മത്സരമാണ്. വീട്ടിലൊന്നുമില്ല, റോട്ടിലാണ് എല്ലാവരും. ഒരിക്കലും ഞാൻ അതിലേ വരുമ്പോൾ റോഡ് മൊത്തം ബ്ലോക്ക്. ഞാനോ വിചാരിച്ചു എന്തായിരിക്കും ബ്ലോക്ക്, എന്താ എല്ലാ ഹോട്ടലിലേക്കും ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫാമിലി ആയിട്ട് നേരെ വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കണ്ട മീനും ഇറച്ചിയും അതും ഇതും അൽഫാമും കുഴിമന്തിയും ഒക്കെ തിന്ന് ഇങ്ങനെ സുഖിച്ച് പോണേ. ഞാൻ തിന്നണേന് കുറ്റം പറയണല്ല. വിശപ്പിന് ആഹാരം വേണം, നാണം മറക്കാൻ വസ്ത്രം വേണം, എല്ലാത്തിനും എല്ലാം വേണം. പക്ഷെ എല്ലാം അധികമാകരുത്. അധികമായാൽ അമൃതും വിഷമാണ്. അപ്പം അതുകൊണ്ട് മക്കൾക്ക് കൊളസ്ട്രോള്, അതുപോലെ തന്നെ കഫക്കെട്ട്, പെട്ടെന്നുള്ള സ്ട്രോക്ക്, എന്തെല്ലാം രോഗങ്ങളാണ് മനുഷ്യർക്ക് വരുന്നത്. ഹോസ്പിറ്റലൊക്കെ നല്ല തിരക്കാണ്. ഹോട്ടലിലും തിരക്ക്, ഹോസ്പിറ്റലിലും തിരക്ക്. അപ്പം ശരീരത്തെ ശ്രദ്ധിക്കുക. അതിന് ആവശ്യം എന്താണോ ശരീരത്തിന് ആവശ്യം. ഇപ്പോൾ 6 ലിറ്റർ ഓയിലാണ് ഇപ്പോൾ ഞാൻ വണ്ടിയിൽ ഒഴിക്കുന്നത്. ഈ ഓയിൽ മാറ്റാൻ നേരത്ത് 6 ലിറ്റർ ഓയിൽ ഒഴിക്കാറുണ്ട്. ഒരു 7 ലിറ്റർ കിടന്നോട്ടെ, അധികം കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ശരിയാവും. അത് ഇഞ്ചിനെ തകരാറിലാക്കും. അപ്പം എല്ലാത്തിനും ഒരു അളവുണ്ട്. പണ്ട് ഞാൻ കോഴിക്കോട് ഒരു വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം അവിടെ പരിസരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ വളരെയധികം കാര്യത്തോടു കൂടി ഒരു ദിവസം ക്ഷണിച്ചു. അല്ലാഹുവേ, ഞാൻ ആ വീട്ടിലേക്ക് ഞാനും എൻ്റെ 1-2 ആൾക്കാരും കൂടി കയറി ചെന്നപ്പോൾ അവർ നമ്മളെ സൽക്കരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ടേബിളിൽ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ്. ഒരു മീനെ എന്തെല്ലാം ടൈപ്പിലാക്കാൻ പറ്റും ആ കോലത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. മേശ മൊത്തം കറികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭർത്താവ് ഗൾഫിലാണ്. ഒരു കുന്ന ആഹാരമുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അതിന് കഴിക്കാൻ വേണ്ടി. എൻ്റെ പൊന്ന് ഉമ്മ, ഞാൻ ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല, അല്പം കഴിക്കും. ഇതൊക്കെ വല്ല വയറ് നിറച്ച് തിന്നുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ക്ഷണിച്ച് കൊടുക്കുക. എനിക്കിത്തിരി കട്ടൻ ചായ ആയാലും മതി. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. സൽക്കരിക്കണം, വരുന്നവരെ സൽക്കരിക്കണം മാന്യമായ രീതിയിൽ. ഇങ്ങനെ വാരി വലിച്ചുണ്ടാക്കുക. നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണിത്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. അയച്ചു തരുന്ന കാശ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അയച്ചു തരുന്ന കാശ് മാന്യമായ രൂപത്തിൽ ചെലവാക്കാൻ പഠിക്കും. അങ്ങനെ ഞാൻ അവരോട് വളരെയധികം ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. ഇനി നിങ്ങളിങ്ങനെ ഭക്ഷണം വിളമ്പിയാൽ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് വരെ പറഞ്ഞിറങ്ങിപ്പോൾ. ഏത് വീട്ടിലേക്ക് ക്ഷണിച്ചാലും ഞാൻ പറയും, അവിടെ ഭക്ഷണം ഞാൻ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കുണ്ടാകരുത്. സംസാരിക്കാനാണ് വരുന്നത്. അപ്പം നിങ്ങൾ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ അവിടെ വന്നിരുന്ന് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. മറിച്ച് ഞാൻ അവിടെ വരുമ്പോൾ കുറച്ച് പേര് അടുക്കളയിൽ, കുറച്ച് പേര് വേറെ സ്ഥലത്ത്, 2-3 ആൾക്കാർ സംസാരം കേൾക്കും. അപ്പം എന്നെ തീറ്റിക്കാനാണുള്ളത്. അപ്പം തീറ്റ ഞാൻ വീട്ടിലിരുന്ന് തിന്നോളാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിക്കുന്ന പോലെയും കഴിക്കുന്നില്ല. അപ്പം ഇതൊക്കെ നമ്മൾ സൂഫികളുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ സ്വയം പാലിച്ചെടുത്തതാണ്. നമ്മളും നല്ല ആഹാരം. ഞാനിപ്പോൾ ബീഫ് കഴിച്ചിട്ട് തന്നെ വർഷങ്ങളായി. BJP പറഞ്ഞിട്ടല്ല കേട്ടോ, അതിന് മുമ്പേ തന്നെ ഞാൻ നിർത്തി. ഏകദേശം ഒരു 20-22 വയസ്സൊക്കെ ആയപ്പോൾ ഞാനിത് നിർത്തി. കാരണം ഞാൻ എല്ലാത്തിനെക്കുറിച്ചും ഞാൻ കുറച്ച് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന സാധനം കഴിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നെല്ലാവരും ചോദിക്കും. അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ലപോലെ അധ്വാനിക്കുന്നവർ, നല്ലപോലെ വിയർക്കുന്നവർ, ഭാരപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരൊക്കെ കഴിച്ചാൽ അതിൻ്റെ നെയ്യ് ശരീരത്തിലൂടെ വേർത്ത് പോകും. ആ വേർത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. മറിച്ച് ഇത് കഴിച്ചിട്ട് AC-യിലിരിക്കുന്നവർ,
അതുപോലെ തന്നെ തടിയനങ്ങാതെ പണിയെടുക്കുന്നവർ, അതായത് ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ശരീരം അധികം അനങ്ങാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ, വല്ലപ്പോഴൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അമിതമായിട്ട് മിക്ക ദിവസങ്ങളിലും കഴിച്ചാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന് തകരാറ് വരും എന്നുള്ളത്. അത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ അറിയാം. ഡോക്ടർമാർ തന്നെ റെഡ് മീറ്റ് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. ചിക്കൻ വിഷയമില്ല, ചിക്കൻ കുഴപ്പമില്ല, പക്ഷെ ഇത് ഡേഞ്ചറാണ്. അപ്പം അതുകൊണ്ട് നമ്മളോട് അടുത്ത ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ബീഫ് കഴിക്കില്ലേട്ടാ. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഒരു പരിധി വരെയുള്ള ആൾക്കാരൊന്നും ബീഫ് കഴിക്കാറുമില്ല. നമ്മളുടെ ആരോഗ്യം നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. എന്ത് കഴിക്കണം, ഒരു ശരീരത്തിന് ആവശ്യമായത്, ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ആഹാരം കഴിക്കണമെന്നാണ് പരിശോധിക്കേണ്ടത്. എന്തും വാരി വലിച്ച് തിന്നലല്ല. അങ്ങനെ പലതും പഠിക്കാനുണ്ട്. നമ്മുടെ ശരീരത്തിന്, ഒരു വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണ്, അതൊക്കെ കൃത്യമായി കൊടുത്താലാണ് അത് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇന്ന് ഡ്രൈവർമാരൊക്കെ നമ്മളെ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് കാണുന്ന കട്ടറയിൽ എന്താണ് ചുമ, കഫക്കെട്ട്, തലവേദന, കൈവേദന, മുട്ടുവേദന, കാലുവേദന എന്ന് വേണ്ട സർവ്വവേദനയും. ഡ്രൈവർക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇങ്ങനെ മൊത്തത്തിൽ ചില ട്രാൻസ്പോർട്ടേഴ്സ് പോലെ മൊത്തത്തിൽ ഇങ്ങനെ തകിടം മറിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആഹാരത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യം, നമ്മുടെ ജോലി എന്താണ്, നമ്മൾ എങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ, തടി അനങ്ങാതെ പണിയെടുക്കുന്നവരൊക്കെ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക. നല്ലപോലെ അധ്വാനിക്കുന്നവർ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുക. പലതും അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ചില ആൾക്കാരൊക്കെ രോഗികളാകുന്നത് വളരെ രസകരമായ രീതിയിലാണ്. അതായത് ഇപ്പോൾ രാവിലെ വീട്ടിൽ പുട്ടുണ്ടാക്കണേണ്. അപ്പോൾ ഉമ്മ അടുക്കളയിൽ പുട്ടുണ്ടാക്കുമ്പോൾ മകൻ മനസ്സിലാക്കി, ഇന്ന് പുട്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു തീരുമാനം എടുക്കും, നമ്മൾ എത്ര കഷ്ണം പുട്ട് തിന്നുമെന്നറിയാം. അപ്പോൾ പുട്ട് തിന്നാനുള്ള തയ്യാറെടുപ്പ് ബോഡി സെറ്റപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു, അത് ദഹിപ്പിക്കാനുള്ള പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ നമ്മൾ അവിടുന്ന് കുളിച്ച് റെഡിയായി വരുമ്പോഴായിരിക്കും അത്യാവശ്യമായിട്ട് വേഗം ചെല്ലാൻ പറയുന്നു. അപ്പോൾ ഈ പുട്ട് തിന്നാതെ അങ്ങ് പോകും, എന്നിട്ട് കടയിൽ പോയിട്ട് വേറെ വല്ലതും തിന്നും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം തന്നെ ബോഡിയുടെ ടൈം ടേബിളൊക്കെ തെറ്റാൻ തുടങ്ങും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയണതല്ല കേട്ടോ, നിങ്ങൾ ശരിക്കൊന്ന് അന്വേഷണം നടത്തണേ. അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്നെ കളിയാക്കാനും പരിഹസിക്കാനും വരണ്ട. ഞാൻ എൻ്റെ അറിവുകളാണ് പറയുന്നത്. പലർക്കും പലതരത്തിലുള്ള അറിവുകളാണ്. എന്നാലും നിങ്ങൾ അന്വേഷിക്കുക, പരിശോധിക്കുക. മൊബൈലുണ്ടല്ലോ, സെർച്ച് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പ് ഏതാണോ ആ ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ചുള്ള ആഹാരം കഴിക്കുക. അപ്പോൾ ആരോഗ്യം നല്ല രീതിയിലുണ്ടാകും. നല്ല സുഖമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമം അതില്ലാത്ത ആരും ഈ ലോകത്തില്ല, പ്രകൃതിക്ക് വരെയുണ്ട്. അപ്പം അള്ളാഹു തആല അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന മഹല്ലുസ്രി യുസ്ര, ഇന്ന മഹല്ലുസ്രി. ഞെരുക്കത്തിലൂടെയാണ് എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പം ഞെരുക്കാൻ നമ്മൾ തയ്യാറാകുക, എളുപ്പം വന്നോളും. എനിക്കതാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സൂഫികളെ സ്നേഹിക്കുമ്പോൾ, അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലൊന്നുമില്ലാതെ ശാന്തമായിട്ട് ചെല്ലുക. അവർ നമ്മളെ നന്നാക്കട്ടെ, നമ്മൾ അവരെ നന്നാക്കാൻ പോകണ്ട. അവർ നമ്മളെ നന്നാക്കട്ടെ. ഇത് കുറേ ആൾക്കാർ അവരെ നന്നാക്കാനാണ് പോണത്. അവിടെ ചെന്നിരിക്കും, എന്നിട്ട് പിന്നെ അവരുടെ കുറ്റം കണ്ടുപിടിക്കും, അവർ ചെയ്യണ പ്രവൃത്തികളുടെ കുറ്റം കണ്ടുപിടിക്കും. അങ്ങനെ പിന്നെ അവരെ പഠിപ്പിക്കാൻ നിൽക്കും. പിന്നെ സൂഫി അവൻ്റെ ശിഷ്യനാകും. അതാണ് ഏറ്റവും വലിയ രസം. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്, പല രീതിയിലൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് സൂഫികളെ തേടുന്നവർ അത്തരം സൂഫികളെ കിട്ടിയാൽ അവരുടെ മുമ്പിലേക്ക് അവരെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക, ബാക്കി അവർ ചെയ്തോളൂ. ഒരു തടി പോലെയാണ്. ആ തടി ചിന്തേറിട്ട് പാകപ്പെടുത്തി നല്ലൊരു ആശാരിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ തടി അവിടെ അനങ്ങാണ്ട് കിടക്കണം. അനങ്ങാണ്ട് കിടന്നാലാണ് ആ തടി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. മത്സ്യത്തെ നമ്മൾ പുഴയെന്ന് പിടിച്ചാൽ ജീവനോടുകൂടി നന്നാക്കി എങ്ങനെ ഇരിക്കും? അതിന് ജീവൻ കളഞ്ഞിട്ടാണ് പിന്നെ ചെയ്യുന്നത്. അപ്പം ജീവനില്ലാത്തൊരു മനുഷ്യനെ പോലെ. അതാണ് റസൂലുള്ള പറഞ്ഞത്, മൂത്തു കബിലാൻ തമൂത്തു. എൻ്റെ അടുക്കിലേക്ക് വരുന്ന ആരായാലും മൂത്തു കബിലാൻ, മരിക്കുന്നതിന് മുമ്പൊന്ന് മരിക്കണം, മരിക്കുന്നതിന് മുമ്പൊന്ന് മരിക്കണം. പക്ഷെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് മരിക്കണ കാര്യം പറഞ്ഞാൽ ദഹിക്കൂല.
അപ്പം പിന്നെ സൂഫി കള്ളനാവും. ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇതിൽ സൈദലവി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഏതോ ഒരു സൂഫിയുമായി ബന്ധമുള്ള ഒരാളാണ്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. അദ്ദേഹം എനിക്ക് നല്ലൊരു മറുപടി ഇട്ടിരുന്നു. അൽഹംദുലില്ലാ, അത് ഞാൻ സ്വീകരിച്ചു. ശരിയാണ്, ആരോട് നന്മ പറഞ്ഞാലും പരിഹാസികളാണ് ഈ ലോകം മുഴുവനും വേദന ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ വലിയൊരു മഹത്തായ വാക്കുണ്ട്. ഇവിടെയുള്ള തീഗോളങ്ങളെ നമ്മൾ ഇതാക്കണമെങ്കിൽ അവരെക്കാൾ വലിയ അഗ്നിയായി നമ്മൾ മാറേണ്ട വരും. എന്തായാലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് അവരുടെയൊക്കെ ആ ഇത് കണ്ടപ്പോൾ തട്ടിക്കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രം പറയുകയാണ്. പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കുക. ഇതിൽ പൈസ കിട്ടില്ല, കാരണം എൻ്റെ മോണിറ്റേഷൻ കട്ടായി പോയി കിടക്കണേ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരാം. അതും പടച്ചോൻ ചെയ്ത കളി തന്നെയാണ്. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. കാശുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ കൃത്യതയൊക്കെ പാലിച്ചുകൊണ്ട് വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ തോന്നിയ പോലെയൊക്കെ ഇടണത്. അതുകൊണ്ട് യൂട്യൂബ് ചാനലുകാർ അത് നമുക്ക് ഇതാക്കി തരില്ല. അപ്പം അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും ഒക്കെ കിട്ടാൻ നമ്മളെ ആദ്യം നന്നാക്കുക. നല്ല സൂഫികളെ അള്ളാഹു അത്തരം ആളുകളിലേക്ക് പെടുത്തി തരട്ടെ. എല്ലാവിധ മാനസിക പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. നമ്മൾ പ്രയാസവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണേ. ഇപ്പം ഞാനായാലും പ്രയാസത്തിലാണ്. പലതരം വിഷമങ്ങൾ, എല്ലാവരെയും പോലെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അതും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാത്ത കൊണ്ടുവന്ന മിസ്റ്റേക്കുകളാണ് ഈ വേദനകൾക്കെല്ലാം കാരണമെന്ന് മനസ്സിലാക്കി അടങ്ങിയിരിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം ചൊല്ലി നമ്മളിങ്ങനെ പോണേന്. മരിക്കുന്നതിന് മുമ്പൊന്ന് ശരിയാകും. നാളെ മരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയും അസ്തഗ്ഫിറുല്ലാഹിൽ അദീം ചൊല്ലി നേരം വെളുക്കുന്ന. ഇപ്പം ഞാൻ ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ നാളെയാണ് കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം 2 മണിയാണ്. 2 മണി സമയത്ത് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഇത്രയും 2 മണി വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉറങ്ങാറില്ല പൊതുവെ. പകൽ ഇത്തിരി നേരം ഉറങ്ങും. രാത്രിയാണ് ഒരു സമാധാനം. ആരും വിളിക്കാനില്ല, ആരും ശല്യത്തിനില്ല, ഒന്നിനുമില്ല. ഇപ്പം കിട്ടണ സമയം ഉറങ്ങി തീർക്കാൻ ആഗ്രഹിക്കുള്ള അസ്വസ്ഥത സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ ഓർത്തിരിക്കാനായിട്ട്, അവൻ്റെ ചിന്തകളിൽ ഇരിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൽ കുറച്ച് സമയം ഇങ്ങനെ പറയാനും ഉപയോഗിക്കുന്നു. ഇന്ന് കുറച്ച് ആളുകളുണ്ടായിരുന്നു സംസാരം കേൾക്കാനായിട്ട്. അവരൊക്കെ കുറച്ച് നേരത്തെയാണ് പോയത്. ചിലരൊക്കെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വരും. അവരോടൊക്കെ അങ്ങനെ സംസാരിക്കും. അല്ലാഹു നാം ഏവരെയും നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യമാർ എല്ലാവരും ഹൈറായ നിലയിലായി കിട്ടട്ടെ. നാളെ കുടുംബത്തിലെ ചില വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാം. കാരണം കുടുംബകലഹമാണ് എല്ലായിടത്തും പ്രശ്നം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുള്ളൂ, ഭർത്താവിന് ഭാര്യയെ കണ്ടുള്ളൂ, ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ. ഇതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. അതൊക്കെ നാളെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് ഞാൻ എന്നും ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആളുകളെയൊക്കെ എല്ലാവരുടെയും പേരുകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇതിൽ കമൻ്റ് ഇടുന്ന എല്ലാവരും മനസ്സിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു.